ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ട്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഇനി വരുന്ന ഏകദേശം ഒരു മാസം കൊണ്ട് എന്താവുന്നു, ഏകദേശം ഈ 10% വേണ്ടി 10% വെച്ചിട്ട് കിട്ടുമ്പോൾ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏകദേശം ഒരു ഫണ്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ മാസം 25 കമ്പനി പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സൈറ്റ് ഓപ്പൺ ചെയ്യും. അതിന് നമുക്ക് P2P ഓപ്ഷൻ ഉണ്ടാവും. അതേമാതിരി അതിന്റെ USDT വിഡ്രോവൽ ഉണ്ടാവും. ഫേസ് 1 കാര്യത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മാണിസാറിന് കറക്റ്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഇനിയും നെക്സ്റ്റ് ഒരു വീക്ക് കൂടി ഉണ്ടാവും. ആ വീക്കിൽ നമുക്ക് ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കൊണ്ട് വരുന്നുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് മാണിസാറായിട്ട് സംസാരിക്കാം. പിന്നെ മാത്രമല്ല, ഇനി ഫേസ് 2 ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഫേസ് 1 ചെയ്ത ആളുകൾ പിന്നെ ഞാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഫേസ് 2 ചെയ്യണമെന്ന് പറയുന്നില്ല. കാരണം 47,000 48,000 ID ഇല്ല ഈ കമ്പനിയിൽ. ഏകദേശം 5,000-6,000 ആളുകൾ മാത്രമാണ് ഫേസ് 2 വർക്ക് ചെയ്തിട്ടുള്ളൂ, ഫേസ് 2 ചെയ്തിട്ടുള്ളൂ. ബാക്കി വരുന്ന 42,000 ID ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. താല്പര്യമുള്ളവര്, നിങ്ങൾക്ക് 100% ക്ലിയർ ആണ്, കുഴപ്പമില്ലെന്ന് തോന്നുന്നവർക്ക് മാത്രം ഫേസ് 2 ചെയ്താൽ മതി. ഒരു നിർബന്ധമില്ല ഫേസ് 2 വരണമെന്നില്ല. കാരണം ഫേസ് 2 എടുക്കുന്ന ആൾക്കാർക്ക് 30 to 32%, 35% പെർ മന്ത് കിട്ടുന്നുണ്ട്. ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഒരാളെ റിസ്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഫേസ് 2 ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇത്രയും 3-4 എക്സ്ചേഞ്ചിലും ട്രസ്റ്റ് വേൾഡ് ലിസ്റ്റ് ചെയ്ത ഈ ടോക്കനെ കുറിച്ചിട്ട് ആളുകൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെറ്റ്വർക്കിലുള്ള ആളുകൾ ഫേസ് 1 ആളുകളാണ് പിന്നെ നിലവിൽ ചെയ്യാത്തത്. അതിന് പ്രയാസപ്പെടുത്തേണ്ട. കാരണം ആളുകളെ മൈൻഡിൽ ഒരുപാട് നെഗറ്റിവിറ്റി കാണാം. അതുകൊണ്ടായിരിക്കാം അത് വരാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല. ജീവിതത്തില് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകും. നമ്മൾക്ക് ഒരുപാട് നെറ്റ്വർക്ക് കമ്പനി കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, MLM എല്ലാം ഉണ്ട്. പോയ ചരിത്രം നിങ്ങൾക്ക് 1000-കണക്കിന് കമ്പനി നിങ്ങൾക്ക് പറയാനുണ്ടാവും. അപ്പസ്റ്റോക്കിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫേസ് 1 സിസ്റ്റത്തില് നമ്മൾ 22 മാസം ഈ കമ്പനി റൺ ചെയ്യാൻ പറ്റിയിട്ട് അതിലിതാ കഴിഞ്ഞ ഫെബ്രുവരി 6 മുതൽ നമുക്ക് വിഡ്രോവൽ എന്തില്ല നിന്ന കാരണം ആ എക്സ്ചേഞ്ചിന് ബന്ധപ്പെട്ട. അപ്പൊ ഫേസ് 1 എന്നുള്ള സംഭവം ഒരു ഫേസ് 2 ഒരു മാറ്റിയിട്ട് ഫേസ് 1 ആളുകൾക്ക് കഴിഞ്ഞ മാർച്ച് 10 മുതൽ എന്ത് ചെയ്തു, ഏപ്രിൽ 10 മുതൽ 10% വെച്ച് വിഡ്രോ കൊടുത്തു. അത് നിലവിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് അറിയാം. മാർച്ചിൽ നമ്മൾ പറഞ്ഞിരുന്ന മാർച്ച് 25 പറഞ്ഞു നിങ്ങൾക്ക് ഫേസ് 1 എന്നുള്ളതിൽ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് തരാൻ കഴിയുള്ളൂ. അത് അപ്പൊ തന്നെ പിറ്റേ മാസത്തിൽ 10% വെച്ച് വിഡ്രോവൽ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. 3 മാസമായില്ല, ഒരു മാസം കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ മെയ് 10 ആകുമ്പോഴേക്കും ഒരു മാസമായി. ഇനി ജൂൺ 10 ആകുമ്പോഴത്തേന് എന്താവും, 2 മാസം. ഇത് ജൂൺ 30 ആകുമ്പോഴത്തേന് ഫേസ് 1 ഒരാൾക്കും പൈസ ഉണ്ടാവില്ല, കൊടുക്കാൻ ഉണ്ടാവില്ല. കാരണം എന്താ, അക്കുന്ന കമ്പനി അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ അപ്പർ സ്റ്റോക്ക് നമുക്ക് ഫേസ് 1 വിചാരിച്ചുകൊണ്ട് അതിന്റെ ബിസിനസ് ചെയ്യണം എന്നല്ലേ പറയണത്. നിങ്ങൾക്കുള്ള പ്രോഫിറ്റ് 10% കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി കമ്പനി ഇന്നത്തെ ഒരു അപ്ഡേഷൻ പുതിയത് പറയുന്നുണ്ട്. എന്താണ് നമുക്ക് അവർ വായനയിൽ കേൾക്കാം, സാറിന്റെ അടുത്ത് നിന്ന് കേൾക്കാം. സാറിനും തന്നെ എന്തുണ്ട്, ഓരോ ആഴ്ചയിലും വരുന്ന പുതിയ അപ്ഡേഷനുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം അപ്പർ സ്റ്റോക്കിൽ പറയുന്നുണ്ടോ, അതിന് CEO പറയുന്നുണ്ടോ, ആ കാര്യം പ്രാബല്യത്തിലും വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് ഫേസ് 2 നിങ്ങൾക്ക് 100% ഉറപ്പെന്ന് തോന്നുകയാണെങ്കിൽ 120 ടോക്കനോ 250 ടോക്കനോ, ഇന്നത്തെ മാർക്കറ്റ് വില നിങ്ങൾക്ക് അറിയാം. 600-700 രൂപ ഉണ്ടെങ്കിൽ ഒരു ഐഡിയ അടിക്കാം. ആ ആളുകളോട് പറയേണ്ടത്ര മാത്രമേ ഉള്ളൂ. ആ 120 ടോക്കൻ നിങ്ങൾക്ക് പുതിയ കസ്റ്റമർ കിട്ടാൻ നിങ്ങൾ ആളുകൾക്ക് പ്രയാസം ബുദ്ധിമുട്ടാണെങ്കിൽ 120 ടോക്കൻ ഇട്ടിട്ട് നിങ്ങൾ ഒരു 600-700 രൂപ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഫേസ് 2 ഐഡിയ അടിക്കാം. അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 6 മാസത്തിന്റെ ലോക്ക് ടൈം, 6 മാസം വിട്ട് നിങ്ങൾ ഇട്ട് 600, 1000-2000 ആളുണ്ട് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് പോകാം. അങ്ങനെ അവരോട് പറയാൻ മതി. എന്നിട്ട് അവർക്ക് 100% ഇത് ഓക്കെയാണ്, ജനുവിനാണ് ബോധ്യപ്പെടുകയാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾ ബിസിനസ് ചെയ്യും. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്കിൽ അത് വലിയൊരു ടീമായിട്ട് മാറും. അപ്പോഴേക്കും നമ്മളെ കമ്പനി 6 മാസം കഴിയുമ്പോൾ ഈ കമ്പനി ഫിനാൻസിൽ വന്നിട്ടുണ്ടാവും, പോയിന്റ് വന്നിട്ടുണ്ടാവും, ബിഗ് ഡേറ്റ് വന്നിട്ടുണ്ടാവും. ഒരുപാട് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സ്ചേഞ്ച് ഒരുപാട് എക്സ്ചേഞ്ചുകൾ വന്നിട്ടുണ്ടാവും. ഇതിൽ ടോക്കന്റെ വില മാറിപ്പോയിട്ടുണ്ടാവും. അത് നമ്മൾ 120 ടോക്കൻ വാങ്ങി വെക്കണ്ടേ, വാങ്ങി വെച്ചാലേ ഇത് കിട്ടുള്ളൂ. അത് ബാനിങ് ആകണ്ടേ. പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് 120 ടോക്കൻ ആർക്ക് വേണമെങ്കിൽ കൊടുത്താലും ഇത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ അധികം നീട്ടുന്നില്ല, ഞാൻ സാറിനെ വിളിക്കാൻ പോണേ. പിന്നെ അഭിസ്മായി സാർ, വെൽക്കം. സാറിന്റെ അപ്ഡേഷന് വേണ്ടി ടീമിലൊക്കെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ഓൾറെഡി ക്ലീനായിട്ട് പല കാര്യങ്ങളും നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവായി
കൂടെ നിന്ന് ബിസിനസ് ചെയ്യുന്നവരാണ്. നിങ്ങൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ 10-ാം തീയതി മാസം 10-ാം തീയതി തൊട്ട് വിഡ്രോവലിന്റെ അല്ലെങ്കിൽ മെയിൻ വാലറ്റിലുള്ള ബാലൻസ് ക്യാപിറ്റൽ പോലും കിട്ടാത്ത 100% ക്യാപിറ്റൽ പോലും കിട്ടാത്ത മെയിൻ വാലറ്റിലുള്ള 10% വെച്ച് വിഡ്രോവൽ എല്ലാ ആഴ്ചകളിലും ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും തന്നെ അത് എടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോ അടുത്തതായി മെയ് 25-ാം തീയതിയാണ് ഫേസ് വണ്ണിലെ P2P ഓപ്ഷൻ ത്രൂ നമ്മൾ അടുത്ത വിഡ്രോവലിന്റെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ടീം അതിന്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എടുക്കാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഒരുപക്ഷെ ഞങ്ങൾ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പ്രയോറിറ്റി ബേസിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ വിഡ്രോവൽ മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തായിരിക്കും ഏത് രീതിയിലായിരിക്കും അത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതൊക്കെ അടുത്ത സൂമീറ്റോട് കൂടി തന്നെ മാക്സിമം നിങ്ങളെ എല്ലാവരിലേക്കും അറിയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായ രീതിയിൽ തന്നെ എല്ലാവർക്കും കൃത്യമായ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ അപ്പോഴേക്കും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അടുത്തതായിട്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ എല്ലാവരും കണ്ടു കാണും, പുതിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ നമ്മുടെ അപ്പെക്സിന്റെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഫേസ് 2 സെൻട്രലൈസ്ഡും ആയിട്ടുള്ള രീതികളിൽ എല്ലാവരും കണ്ട് ബോധ്യപ്പെട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഫ്രഷ് കമ്മ്യൂണിറ്റി, ഒരു പുതിയ കമ്മ്യൂണിറ്റി, വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും തന്നെ അത് കാണാനും സാധിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇനി ഉണ്ടാകാൻ പോകുന്ന യൂട്യൂബ് ആഴ്ചക്കുള്ളിൽ, അതായത് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 7 ദിവസത്തിൽ ആദ്യത്തെ യൂട്ടിലിറ്റി പ്രൊജക്റ്റായ ബെറ്റിങ്ങിന്റെ പ്ലാറ്റ്ഫോം നമ്മുടെ ഇതിൽ ലൈവ് ആവുകയായിരിക്കും. ആദ്യമേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനല്ല ഇത് ഉപയോഗപ്പെടാൻ പറ്റുന്ന. പലരും ചോദിച്ചു കേട്ടു, ഞങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ച പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കമ്മ്യൂണിറ്റിക്ക് ആ പ്ലാറ്റ്ഫോമിലുള്ള അല്ലെങ്കിൽ ആ ബെറ്റിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇത്തരം ബാക്കിയുള്ള യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് ആ പ്ലാറ്റ്ഫോമുകളിലുള്ളവർക്കാണ് നമ്മുടെ അപ്പെക്സിനെ കൊണ്ട് പ്രയോജനം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിറ്റിയാണ് നമ്മളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റിയാണ് നമ്മളിലേക്ക് വരാൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂട്ടിലിറ്റി പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ പലപ്പോഴും പല സാഹചര്യങ്ങളും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മേടിച്ചു വെക്കാൻ ടോക്കണിന്റെ പ്രൈസ് ഇന്ന് എനിക്ക് തോന്നുന്നു 3.5 കണ്ടാൽ തോന്നുന്നു. അപ്പോ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇത് മേടിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യം. താല്പര്യപ്പെടുന്നവർ എല്ലാവരും ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്ന ക്രിപ്റ്റോ ട്രേഡിംഗ് അങ്ങനെ തന്നെയാണ്, പ്രൈസ് കൂടാൻ കുറയാൻ. അത് സ്വാഭാവികമായിട്ട് ഒരു ക്രിപ്റ്റോ ട്രേഡിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രൈസ് ടോക്കൺ മേടിച്ചു വെക്കാം. നാളെ ഉറപ്പായിട്ടും നാളേക്ക് ഇതിന്റെ പ്രൈസ് കൂടുന്നതായിരിക്കും. പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഓരോ അപ്ഡേഷൻസ് കഴിയാവുന്ന രീതിയിൽ എല്ലാവരിലേക്കും നമ്മുടെ സൈറ്റിൽ ഇനി കാണുന്നതായിരിക്കും. എന്നാലും കഴിയാവുന്ന രീതിയിൽ വരുന്ന യൂട്ടിലിറ്റി പ്രൊജക്റ്റുകളുടെ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളുടെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോ അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ യൂട്ടിലിറ്റി പ്രൊജക്റ്റ് ഓപ്ഷൻ നമ്മുടെ ആ പ്ലാറ്റ്ഫോം നമ്മുടെ ലൈവ് ആവുന്നതായിരിക്കും. അപ്പെക്സ് ടോക്കണിന്റെ പ്ലാറ്റ്ഫോമിൽ ഈ യൂട്ടിലിറ്റി പ്രോജക്റ്റ് ലൈവ് ആവുന്നതായിരിക്കും. പിന്നാലെ തന്നെ ഈ മാസം തന്നെ ബാക്കിയുള്ള മൊത്തം 3 യൂട്ടിലിറ്റി പ്രോജക്റ്റുകളാണ് പറഞ്ഞത്. ഈ മാസം തന്നെ ആ യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ ലൈവ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് യൂട്ടിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രോജക്റ്റുകളുടെ അപ്ഡേറ്റും നിങ്ങളെ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ അറിയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ 365 ദിവസം കഴിഞ്ഞവർക്ക് ഇനി തൊട്ട് നാളെ മുതൽ ട്രോൺ നെറ്റ്വർക്ക്, നമ്മൾ 365 ദിവസം പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാർക്ക് നാളെ മുതൽ അവർക്ക് ട്രോൺ നെറ്റ്വർക്കിലുള്ള നമ്മുടെ അപ്പെക്സ് ടോക്കൺ ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ അവൈലബിൾ ആവാനുള്ള ഓപ്ഷൻ നാളെ മുതൽ നമ്മുടെ സൈറ്റിൽ ഓപ്പൺ ആയിരിക്കും. 365 ദിവസം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് അത് അവൈലബിൾ. അത് ഇപ്പൊ നിലവിലെ VP നെറ്റ്വർക്കിലുള്ള നമ്മുടെ ടോക്കൺ ഫേസ് 2 സ്റ്റേക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളതുപോലെ തന്നെ ഈ ട്രോണിന്റെ നെറ്റ്വർക്കിലുള്ളതിലും സ്റ്റേക്കിംഗ് ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ സൈറ്റിൽ നിന്ന് ട്രോൺ നെറ്റ്വർക്കിലുള്ള ടോക്കൺ, അതായത് 365 ദിവസം കംപ്ലീറ്റ് ചെയ്തവർക്ക് അത് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ലൈവ് ആക്കുന്നതായിരിക്കും നാളെ മുതൽ. അതെല്ലാവരും എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും.
അപ്പോൾ ഒരുവിധം ഐ തിങ്ക് ഞാൻ ഒരുവിധം കാര്യങ്ങൾ അറിയിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളുടെ അതാത് യൂണിവേഴ്സും കാര്യങ്ങളിലെല്ലാവരും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒരുവിധം തന്നെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു അഭിഷ് സർ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു അപെക്സ് ഫാമിലി നമ്മള് ചില സമയങ്ങളിലൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള ഫേസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ബിസിനസ് ആണെങ്കിലും അത് റൺ ചെയ്യുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലെ. അതിനാണ് നമ്മളെപ്പോഴും ബിസിനസ് എന്ന് പറയാം അല്ലെ. ജോലിയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നു, നമുക്കൊരു ഇൻകം കിട്ടുന്നു, നമ്മൾ പ്രത്യേകിച്ച് വലിയ റിസ്കുകളൊന്നുമില്ല. പക്ഷെ ഏതൊരു ബിസിനസ് മാനും എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറാണ്. കാരണം ബിസിനസിന്റെ പാർട്ടായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മളെ നിഴല് പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ബിസിനസ്സിൽ റിസ്ക് ഫാക്ടർ എന്നല്ലേ. ആ ഒരു റിസ്ക് ഫാക്ടർ കവർ ചെയ്തുകൊണ്ട് അപെക്സ് എപ്പോഴും എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു പ്രതിസന്ധിയിലും വലിയ അവസരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. കുറെ ആളുകൾ സംബന്ധിച്ച് അപെക്സിന്റെ ഒരു ആ സമയത്ത് പല ആളുകളും പല വഴിക്ക് പോയ ആളുകളുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഈ കൺസെപ്റ്റ് തന്നെ നിന്ന ആളുകളുണ്ട്. പല ആളുകളെ സംബന്ധിച്ച് മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് കമ്പനികൾ, അത്തരത്തിലുള്ള കമ്പനികളിൽ ഒരു കമ്പനി പോലെ അപെക്സിനെ മനസ്സിലാക്കിയ ആളുകൾ, പക്ഷെ പല ആളുകളും പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാം, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പവർ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആക്കിയിട്ടുള്ള കാര്യം നമുക്കറിയാം, അപെക്സ് എന്ന് പറയുന്ന ഒരു കറൻസി, ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ ഡെവലപ്പ് ചെയ്ത സമയത്ത് നമ്മൾ പറയുന്ന കാര്യമാണ് ഇതൊരു യൂട്ടിലിറ്റി ടോക്കൺ ആണ്. നമ്മൾ അതിന്റെ ബ്രൗസേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊരു യൂട്ടിലിറ്റി ടോക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണോ BN കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സെയിം വേലാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യം നമ്മളെ എക്സ്ചേഞ്ച് 25 കൂടിയിട്ട് ലൈവ് ആവാൻ പോകുന്നു. അതിന്റെ ഓപ്പറേഷൻസ് കാര്യങ്ങൾ ഇപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് അതിലൂടെ വിഡ്രോവൽസ് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണ്. ഫ്യൂച്ചറിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അപെക്സിന്റെ പ്രോജക്ട് ഏറ്റവും വലിയ പ്രോജക്ട് എന്നുള്ളത് നമുക്കറിയാം എക്സ്ചേഞ്ച് ആണ്. അതിൽ തന്നെ ഐസ് ലോഞ്ച് പാഡ്, അതുപോലെ NFT മാർക്കറ്റ് പ്ലേസ്, ഡീസെൻട്രലൈസ്ഡ് അപ്ലിക്കേഷൻ DeFi, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രോജക്റ്റുകൾ ഇതുമായിട്ട് റൺ ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ യൂട്ടിലിറ്റി പ്രോജക്ട്സ് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള അല്ലെ, ബെറ്റിംഗ്, സ്പോർട്സ് ബെറ്റിംഗ്, അതുപോലെ തന്നെ ഓൺലൈൻ ലോട്ടറി സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പ്രോഡക്റ്റ് കമ്പനികളുമായി ടൈപ്പിലായിട്ട് പ്രോഡക്ട്സ് നമ്മുടെ കോയിൻ ഉപയോഗിച്ച് വാങ്ങാവുന്ന രീതിയിൽ ഇതിന്റെയൊക്കെ അപ്ഡേഷൻസ് നമ്മുടെ സൈറ്റിൽ വന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അത്യാവശ്യമായി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, തുടങ്ങിയ ഒരുപാട് ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ അപെക്സ് ടോക്കൺ യൂട്ടിലിറ്റി ആയിട്ട് വരാറുണ്ട്. ഒരു പക്ഷേ പല ആളുകളെ സംബന്ധിച്ച്, ഒരു പക്ഷേ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതിന്റെ ഗൗരവം വളരെ സീരിയസ് ആയിട്ട് അറിയുന്ന ആളുകളുണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ച് എന്താണ് ഈ ഒരു പ്രോജക്റ്റുകൾ കൊണ്ട് അപെക്സ് ടോക്കണെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഏതൊരു കോയിന്റെ പ്രൈസും ഹൈക്ക് ചെയ്യാം എപ്പോഴും അതിന്റെ യൂട്ടിലിറ്റി വരുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരുപാട് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അപെക്സ് ടോക്കൺ മാറി. തീർച്ചയായിട്ടും വലിയൊരു ഗ്രോത്ത് തന്നെ ആ സമയങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഓൾറെഡി നാസർ സാർ അത് സൂചിപ്പിച്ചു, ഒരു 6 മാസം കൊണ്ട് തന്നെ ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് പറയാം, കുറച്ചു കാലമൊക്കെ അല്ലെ സൂര്യനെ മൂടി വെക്കാൻ സാധിച്ചേക്കാം, പക്ഷെ തീർച്ചയായിട്ടും അത് പുറത്തു വരും എന്ന് പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും അപെക്സ് ടോക്കൺ എന്നുള്ളത് വലിയ 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 ഹൈറ്റ്സിലേക്ക് പോകാനുള്ള ഒരു കമ്പനി. അപ്പൊ നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു, ഓരോ കാര്യങ്ങളും നമ്മുടെ ഫേസ് 1 നമ്മൾ ഒരു പക്ഷെ ഫേസ് 1 ഒരു ഐഡിയ എടുത്തു, അതില് 365 സാലറി വാങ്ങിച്ചു, അതിലൂടെ റെഫറൽ ഇൻകം വാങ്ങിച്ചിട്ടുണ്ട്, ബൈനറി കമ്മീഷൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച ആളുകൾക്കും അപെക്സ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അവരുടെ DRC ടോക്കൺ അല്ലെ, ട്രോൺ നെറ്റ്വർക്കിന്റെ ടോക്കൺ അവർക്ക് വാലറ്റിലേക്ക് റിലീസ് 365 ദിവസം കംപ്ലീറ്റ് ചെയ്ത ആളുകൾ അതുപോലെ അത് റിലീസ് ചെയ്യാൻ പോകുന്നു. അത് നമുക്ക് വാലറ്റ് കീപ്പ് ചെയ്യാം. അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപെക്സ് BNB പ്രൈസിലേക്ക് അതിന്റെ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ ഇതിലേക്ക് മാറാം. അതോടൊപ്പം തന്നെ വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ കാര്യം ഇതാണ്, നമുക്ക് DRC ടോക്കൺ, അതായത് നമ്മൾ ഓൾറെഡി ROI എടുത്ത അല്ലെങ്കിൽ
ഒരു $1000 സ്റ്റേക്ക് ചെയ്ത ആളുകൾ ചിലപ്പോൾ 5000 10,000 ഒക്കെ ബൈനറി ആയിട്ട് റെഫറൽ ആയിട്ടൊക്കെ ഇൻകം വാങ്ങിച്ച ആളുകളുണ്ടാവും. അല്ല അതിൽ കൂടുതൽ വാങ്ങിച്ച ആളുകൾ അവർക്കും ആ TRC ടോക്കൺ റിലീസ് ചെയ്യുന്നു. അത് എന്താണോ കമ്പനി പറഞ്ഞത് അത് കൃത്യമായിട്ട് കമ്പനി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ കൂടുതൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി വലിയ രീതിയിലേക്ക് ഇപ്പൊ എന്താണോ നമ്മൾ നിലവിലുള്ള കമ്മ്യൂണിറ്റി അതിനേക്കാൾ കൂടുതൽ വലിയ കമ്മ്യൂണിറ്റികൾ അപെക്സ് ടോക്കൺ പ്രോജക്റ്റിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് പല ആളുകളെ സംബന്ധിച്ച് ഫേസ് 1 ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫേസ് 2 പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഫേസ് 1 നമുക്ക് റിലീസ് ചെയ്ത് കിട്ടുന്നത് ടോക്കൺ ആണ്, അല്ലെങ്കിൽ അപെക്സ് എന്നുള്ള ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പൊ ഈ കറൻസിയുടെ വെച്ച് നമുക്കറിയാം ഡോളറിന് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വലിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വിലയിൽ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഒരു ക്രിപ്റ്റോ കറൻസി അപെക്സ് പോലെ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ വലിയ വേരിയേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്ന സാധ്യത. പക്ഷെ നമുക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ROI വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ എക്സ്ചേഞ്ചിൽ പോയിട്ട് മാറാം. അതല്ലെങ്കിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തു കുറച്ച് വില കൂടിയ സമയത്ത് നമുക്ക് വിൽക്കാനും പറ്റും. അതായത് നമ്മൾ അവിടെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് നമ്മുടെ അസറ്റ് ഏത് വാല്യൂവിൽ വിൽക്കണം എന്ന് തീരുമാനിക്കാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ 30-35% പ്രോഫിറ്റ് നമുക്ക് ഫേസ് 2 കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഫേസ് 1 പ്രോഫിറ്റ് നമുക്ക് ഫേസ് 2 കിട്ടുന്നുണ്ട്. അതൊന്നും മാത്രമല്ല, ഒരു പക്ഷെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തു അതിന്റെ പ്രൈസ് ഹൈക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ ഒരു 30-35% നമ്മൾ വാങ്ങിച്ച സാധനം ഒരുപക്ഷെ നമ്മൾ ക്യാപിറ്റലിന്റെ ചിലപ്പോൾ ഒരു 100% നമ്മൾ അല്ലെങ്കിൽ അത് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന അവസരമുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച ഒരു ഫസ്റ്റ് ടൈമാണ്. പലപ്പോഴും ക്രിപ്റ്റോ കറൻസി ഒക്കെ പല ആളുകളും ചിന്തിക്കാറുണ്ട്. ബിറ്റ്കോയിന്റെ ഒക്കെ ഗ്രാഫ് നോക്കുന്ന സമയത്ത് വലിയൊരു ഹൈക്കിലേക്ക് വന്നു, പിന്നെ ഒറ്റ ഡൗൺ ഫോൾ ഉണ്ടാവും. അപ്പൊ അത്രയും ഡൗൺ ആവുന്ന സമയത്ത് അത് ആളുകൾ വാങ്ങാൻ തയ്യാറാവില്ല. അപ്പൊ തീർച്ചയായിട്ടും പല ആളുകളും വിചാരിക്കും ഇനിയും അത് ഒരു വലിയ എന്താ പറയാ ഡൗണിലേക്ക് പോകുമെന്നുള്ള രീതിയിൽ ആളുകൾ വാങ്ങാൻ തയ്യാറാവില്ല. പക്ഷെ അത് വലിയൊരു പ്രൈസിലേക്ക് ഇപ്പൊ അടുത്ത സമയത്ത് തന്നെ ബിറ്റ്കോയിന് ഏകദേശം 80 താഴെ ഒരു 75 റേഞ്ചിലേക്ക് വന്നു. പല ആളുകളും ആ സമയത്ത് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ ആരും വാങ്ങിച്ചില്ല. ഇന്നിപ്പോ നോക്കുന്ന സമയത്ത് എനിക്കൊന്ന് കുറച്ച് മുമ്പ് നോക്കിയപ്പോ ഒരു $96,000 വാല്യൂ വന്നിട്ടുണ്ട്. ഇനി അത് പ്രൈസ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഒരു ചരക്കിന്റെ അല്ലെങ്കിൽ നമ്മളൊരു ക്രിപ്റ്റോ കറൻസി ആണെങ്കിലോ എന്തിന്റെ ആയാലും പ്രൈസ് ആവുന്നുണ്ടെങ്കിൽ അത് പല ആളുകളുടെ അവസരമാണ്. അപ്പൊ ഇപ്പൊ നമ്മളെ കറൻസിയെ സംബന്ധിച്ച് 0.1 അല്ലെങ്കിൽ 10 സെന്റിൽ ലിസ്റ്റ് ചെയ്ത കറൻസി $1 വരെ പോയ കറൻസി നമുക്കറിയാം നമ്മൾ ഫേസ് ചെയ്തുള്ള പ്രതിസന്ധി കൊണ്ടാണ് അതിന്റെ വാല്യൂ കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ക്ലിയർ ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ പ്രൈസിൽ വലിയൊരു ഹൈക്ക് ഉണ്ടാവും. കാരണം ഇപ്പൊ നിൽക്കുന്ന ഒരു എന്താ പറയുക ഏറ്റവും ലോ വാല്യൂലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ ഈ സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റിയ അവസരമുണ്ട്. അപ്പൊ നാസിർ സാറൊക്കെ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ അവിൽ സാർ പറഞ്ഞ പോലെ നമ്മൾ പറ്റുന്ന ആളുകൾ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും ഒരു 600-650 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 120 അപെക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും. വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആ രൂപത്തിൽ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ഫേസ് 2ലേക്ക് കടന്നു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വലിയൊരു ഗ്രോത്തിലേക്ക് നമ്മൾ മാറും. അപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, എപ്പോഴും അബിൽ സാർ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ് കമ്പനിയുടെ സ്ട്രെങ്ത്. ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന പോലെ തന്നെയാണ് കമ്പനി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടീമിൽ ഒരുപാട് ആളുകൾ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ലിങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1000 മെമ്പേഴ്സ് ആണ്. ഇതിന് പുറത്ത് ഔട്ട് ഓഫ് ദീസ് മീറ്റിംഗിൽ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഈ മീറ്റിംഗിന് പുറത്തുണ്ട്. പക്ഷെ അവർക്ക് ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ മീറ്റിങ്ങിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ അറിയില്ലെങ്കിൽ നമ്മളെ ഓരോ ആളുകളുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ ഓൾറെഡി ഫേസ് 1 നിന്നുള്ള 10% വിഡ്രോവൽ അത് പല ആളുകളും കൃത്യമായിട്ട് ടീമിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് നമുക്ക് ടോക്കൺ ആക്കി മാറ്റാൻ പറ്റും. ആ ടോക്കൺ അവിടെ ഒരു 30-35% ഗ്രോത്തിൽ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ നമുക്ക് ROI റിലീസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മുടെ ടീമിലേക്ക് കൺവേ ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് ടീമിലേക്ക് അറിയിക്കാം. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപെക്സ് ടോക്കണെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ടൈം ആണ് ഈ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ സമയവും കടന്നു പോകും. കാരണം മറ്റൊന്നുമല്ല, ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന പോലെ ആ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് വലിയ ഉയർച്ചയിലേക്ക് എത്തുക. അത് മാത്രം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് കിട്ടിയ ഒരു അപ്ഡേഷൻ വലിയൊരു അപ്ഡേഷൻ ആണ്. നമ്മുടെ ഫസ്റ്റ് യൂട്ടിലിറ്റി പ്രോജക്ട് വരാൻ പോകുന്നത്, നമ്മുടെ അപെക്സ് എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ TRC ടോക്കൺ, നമ്മുടെ പ്രതീക്ഷ TRC ടോക്കൺ അത് ചെയ്യാൻ പോകുന്നു. അതിന്റെ സ്റ്റേക്കിംഗ് പ്രോഗ്രാം വരാൻ
ചെയ്ത് ഇതുപോലെ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന വലിയ ഒരു മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് പറ്റിയ ഒരു പ്രോജക്റ്റാണ് അപെക്സ് ടോക്കൺ. എനിവേ ഇന്ന് കൂടുതൽ കാര്യങ്ങളില്ല, ഈ ഒരു അപ്ഡേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് വന്നത്. എനിവേ ഇതിനു ശേഷം നാസർ സാർ ഓൾറെഡി പറഞ്ഞു ഹിന്ദി ഉള്ള അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഉള്ള ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നാസർ സാറെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു थैंक यू सर, थैंक यू। दोस्तों नमस्ते। देखो आज अपना जो सीईओ की आप लोगों को बताने के इतना ही बताना है। तो अपेक्स टोकन जो 365 डेज मतलब 365 दिन हुआ था ना, उनको अभी TRC20 टोकन अपने को विड्रॉल आ जाएगा कल से। अब मैंने शुरुआत में जो जो आदमी लोग किया था ना, अपने दिल्ली में काम किया था, बाहर से किया था, पंजाब से किया था, जो भी आदमी लोग जो पहले से जो शुरुआत किया, जो $50 था, $100 था, जो भी आईडी है, जो आईडी 365 डेज हुआ, नहीं तो 365 दिन हुआ वो आईडी का TRC20 टोकन कल से जो भी है आपको जो मालूम हो जाएगा। अभी 50 टोकन को तो 500 अपेक्स टोकन देता, 100 को तो 1000 अपेक्स टोकन देता। ये टोकन सेम ऐसे कि जैसे ट्रस्ट वाले में स्टॉक हो जाएगा। ओके, आपको होल्डिंग करके रखना है। ये भी वो जो बेचने के लिए ना आपको टाइम लगेगा। क्यों? ऑलरेडी अपना जो अपेक्स टोकन BEP20 का बाइनांस में हो जाएगा ना, तभी बाइनांस में होता है ना, तभी बाइनांस के होने के बाद अपने को ये लिस्ट होते हैं। कौन सा रेट में? सेम रेट में लिस्ट हो जाएगा। तब तक हमको वेट करना पड़ेगा। जो आपको जो 4500 इंडियन मनी डाला था $50 का, उसको अपने 500 अपेक्स टोकन देता था। ये 500 अपेक्स टोकन अपने को अभी ट्रस्ट वाले मिल जाएगा। क्यों? क्लास हो गया ना 365 डेज उसका वाला बता रहा है। तो फिर नंबर 1 वही बताया था। नंबर 2 अपना जो एक्सचेंज है ना, वो 25 तारीख को P2P ऑप्शन भी आएगा, USDT विड्रॉल भी आएगा। किसको? जो मुद्दल नहीं आया, जो उसका प्रिंसिपल नहीं आया, वो हिसाब से नेक्स्ट जून में बताएगा इतना इतना पेमेंट कैसे आ जाएगा करके, वो भी बताएगा। तीसरा अपने जो बेट अपने को 3 प्रोजेक्ट आ गया था ऑलरेडी, मालूम है आपको। अंगूठी वाला तो आ गया था, सेकेंड बेट वाला आ गया था, तीसरा अपने को लॉटरी वाला आ गया था। इसमें से जो बेट वाला है ना, वो कल 2-3 के कल चालू हो जाएगा, कम से कम हफ्ते के अंदर वो चालू हो जाएगा। उसमें क्या होता है मालूम है, अपेक्स टोकन उनसे उन लोग खरीद देते ना, वो बाहर का आदमियों को अपने जो टोकन लेके उसको बेटिंग कर सकते, इसके लिए हमको आ गया। ठीक है, ये 3 ऑप्शन तो आ गया। दोस्तों मैं आपको बताना चाहती हूँ, आप फेज 1 में देखो जो भी आईडी है वो आपको मिल जा रहा है। सेकंड आपको मैं बता रहा फेज 2 आपको जिंदगी भर लाइफ टाइम के लिए काम है। इसमें $50 में कोई भी बंदा लेगा, कम से कम मिनिमम ही बता रहा मैं, 600 रुपए में 120 आते हैं। अभी 6000 में कितने आते हैं? 12000। सिंपल से अगर 6000 कम से कम $550 $600 $60 के अंदर आपको कम से कम 12000 अपेक्स टोकन मिलते हैं। ये 12000 अपेक्स टोकन इतना बहुत बड़ा नहीं है, लेकिन टोकन को आजकल में अभी समझो 4 सेंट रेट है, अभी 8 सेंट हो गया, पेमेंट डबल हो गया। सिंपल सी बात है। जो आते रोज निकलते ना, उसी वक्त में एक्सचेंज में विड्रॉ कर दो, पेमेंट निकाल दो। 3 महीने के अंदर आपको जो जितना भी फंड है वो आपको मुद्दल प्रॉफिट आने की शुरुआत हो गया। 6 महीने के बाद है ना, जो $12000 डाला था ना, अभी कितना 4500-5000 का काम है, वो पेमेंट आपको उसी वक्त में निकालने के चांस है। कोई दिक्कत नहीं है, कोई प्रॉब्लम नहीं है। अगर मानते तो उसको लाइफ टाइम रख सकते हैं। आपको मालूम है फेज 2 में क्या क्या मिलेगा। फर्स्ट ऑफ ऑल 1% एगो उसको रोज मिलते। सेकेंड बैनिंग किससे होते? जो भी आईडी है उसको 42% बैन होते। वो बैन होने का आईडी में 10% बाइनरी भी आएगा, 10% रेफरल भी आएगा। ये दोनों काम अपने किस में आते हैं? अपने को जो इंट्रोड्यूस करते हैं ना, ते भी आते हैं। हमारा सीलिंग कितना है? मैक्सिमम एक दिन में 1000 टोकन, मैक्सिमम एक दिन में 1000 टोकन। अभी कोई भी सोचेगा अरे यार इतना बड़ा कंपनी होगी 50 टोकन में क्या मिलने वाला है, आजकल रेट कम है। लेकिन कंपनी क्या बता रहे, सुनो आज आपको तो इतना सेंट दिख रहा है, लेकिन अगले महीने 6-10 महीने के अंदर इसको कम से कम $1 से $5 आएगा। ये भी आपकी इनकम कितना है? कम से 1000 लगी $5000 पर डे का कमाने के चांस है इसमें। इसके लिए कंपनी अभी भी 10,000 टोकन में सीलिंग रखा है। आज अपने को फिगर मत करो, नेटवर्क खड़ा करो। नेटवर्क खड़ा करने क्या चाहिए? 120 टोकन में शुरुआत है। उसमें क्या है? 600 रुपए में काम है। 600 रुपए में आपको जितना मनते को लाइफ टाइम बहुत लोग को ये बिजनेस दे सकते हैं। इसमें क्या होते हैं? डायरेक्ट मालूम है बाइनरी का काम है, राइट लेफ्ट मैच होते हैं।
जितना करते हैं उतना भी कर सकते हैं। अभी पहले हम बोलेगा आपका चादर कितना है उतना पैर रखो, नहीं आप चादर लंबा करो या जितना मरते लंबा कर दो, आपको जितना मरते दुनिया का अंदर कोई भी बंदे को उसमें डाल सकते। क्यों? अपना जो सिस्टम में ट्रस्ट वर्ल्ड सेमी डी सनराइज, इसके लिए अपने जो लिंक है ना किसको भी भेजो दुनिया के अंदर, वो ट्रस्ट वर्ल्ड डाउनलोड करके डिस्कवर में जाके पेस्टिंग करेगा, उसको चालू हो गया सिंपल से, उसका आईडी पासवर्ड लगाने का, उसको ओटीपी तक कनेक्ट हो जाएगा, ओटीपी अपने अपना उसको साइट चालू है। इसके लिए उसको क्या करना पड़ेगा, आस्पेट है, कोइनबिट है, बिग मार्ट है, एल बैंक, इसमें जो कोई भी जाके है ना टोकन परचेस करने का कितना है, डिपॉजिट एड्रेस लेके वहां पे विड्रॉ करो, उसी वक्त में हो जाएगा, चालू है। इसमें बैनिंग उसी में अपने 10% बाइनरी 10% ऑफर मिलते हैं। ओके, मेरे को फास्ट में क्यों बताया मालूम है, सबको तो जानकारी है इसके अंदर, लेकिन अगले 6 महीने के अंदर कोई भी इंसान इसी में अगर जोड़ दिया उसको बहुत कुछ आने वाला है, बहुत पेमेंट भी आएगा। क्यों? ये टोकन बहुत बड़ा अमाउंट आने वाला है, इसको बहुत कुछ और भी अपडेट्स आ रहे हैं। अभी 3 प्रोजेक्ट बता दिया, अभी 14-15 प्रोजेक्ट नेक्स्ट जोन के अंदर बताएगा, नहीं तो मई 30 के फर्स्ट के अंदर बताएगा, नहीं है ना, इसका तो ये जरूर बताएगा। क्यों? इसको नए नए अपडेट्स आ रहे हैं। देखो नेटवर्क हमारा लाइफ में बहुत कुछ हम देखे, अभी आपको मालूम है पंजाब जाएगा ना कम से कम 100 ऑफिस देखेगा चंडीगढ़ में, है ना, मोरली में 100 ऑफिस हम देख लिए, दिल्ली में हजारों ऑफिस नेटवर्क है, लेकिन कोई भी 3-6 महीने के अंदर सब खत्म होते हैं। लेकिन 12-22 महीने से आप स्टॉक मार्केट में चल रहे हैं, कोई भी बंदा तो 4500 लगाया उसका पेमेंट नहीं जाएगा, उसको आपको मालूम है, उसको आप स्टॉक भी देते प्रॉफिट भी देता था, अभी फेज 2 खड़ा कर दिया। क्यों? लाइफ टाइम जो पेमेंट आप स्टॉक नहीं दे सकते तो दूसरा कोई भी कंपनी को दे नहीं पाएगा। इसके लिए मैं आपको बता रहे दोस्तों, आपको फ्रेंड सर्कल में आपका लिंक शेयर करो, सारा डिटेल बता दो, तो आप टोकन जो फेज 2 करके आपको जिंदगी बदल कर सकते। इसका वजह है मैं आपको बता रहे, और भी हमारा नया जूम मीटिंग आने वाला है, हर हफ्ते में आपको जूम मीटिंग होएगा। आज का कंपनी के बारे में इसके लिए मैं इसमें जोड़ दिया, सब लोग देख के समझते, लेकिन नेक्स्ट टाइम में आपको आपके लिए खाली मैं जूम मीटिंग रखता हूँ, ठीक है? ओके, थैंक यू।